പിഞ്ചുബാല്യങ്ങൾ ദൈവത്തിന്റെ പ്രതീകമാണ്. അവരുടെ പുഞ്ചിരിക്കും സന്തോഷത്തിനുമായി നമ്മൾ കാവലാളാകണം. യുദ്ധഭൂമിയിൽ അറ്റുവീഴുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ എൻ്റെ ഏകാവിനം സമർപ്പിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഫോട്ടോ ജേർണലിസ്റ്റായ കെവിൻ കാർട്ടർ. ഈ പേര് ഓർത്തു വെച്ചാലും മറന്നാലും, പക്ഷെ അദ്ദേഹത്തിന്റെ ക്യാമറ പകർത്തി കാണിച്ചു തന്ന ചിത്രം ഈ ലോകം മറക്കില്ല, മറക്കാൻ പറ്റില്ല. വിശപ്പിന്റെയും മരണത്തിന്റെയും ഒറ്റ ഫ്രെയിമിലുള്ള ആ ചിത്രം ജീവന്റെ പിടച്ചിൽ അവസാനിക്കാനായി ഉറ്റുനോക്കുന്ന കഴുകൻ. ജീവന് വേണ്ടി ഞെരകുന്ന കുഞ്ഞ്. മനസ്സിൽ നിന്നും മായുമില്ല ആ ചിത്രം. കൊടുമ്പട്ടിനിയുടെ താഴെ ചിത്രം ലോക മനസാക്ഷിക്ക് കാട്ടിക്കൊടുത്ത കെവിൻ കാർട്ടർ ലോക നിഷ്കരണം പുലക്കം വിളിച്ചു. മറ്റു കൂട്ടർ പുലിറ്റ്സർ പുരസ്കാരം കൊടുത്ത് ആദരിച്ചു. മിസ്റ്റർ കെവിൻ, കൺഗ്രാറ്റുലേഷൻ. പുലിറ്റ്സർ പുരസ്കാര ജേതാവിന് 1000 അഭിനന്ദനങ്ങൾ. കെവിൻ കാർട്ടർ കൊള്ളാം. ആ ചിത്രത്തിൽ തനിക്ക് പരമോന്നത പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. പക്ഷേ ഈ ലോകം കെവിനോടൊരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കെവിൻ പട്ടിണിയും കൊണ്ട് എല്ലും തോലുമായി കടുകന് മുമ്പിൽ കിടന്ന ആ കൊച്ചിന് പിന്നെ എന്ത് സംഭവിച്ചു? കെവിൻ ആ വരണ്ട മണ്ണിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചു. അതോ മരണത്തിന് മുമ്പ് കടുകരാ കൊച്ചിനെ കൊത്തി മരിച്ചിട്ടുണ്ടോ? ഈ ലോകം 1000 ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കെവിൻ, no. Mr. Kevin, what happened to the child? क्या हो गया बच्चे को? तुमने उनको क्यों नहीं बचाया? അതക്കപ്പുറം കുഴന്തക്ക് എന്നാച്ചേ? അടാറാമ്പറവനെ ആ പോട്ടെടുത്ത് തനിക്ക് ആ കൊച്ചിനെ ചുറ്റിടാനോ പറയാ? No. മമ്മ ഇത് നോക്ക് മമ്മ, എനിക്ക് പുലിറ്റ്സർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഒരു കൊച്ചിന്റെ ജീവൻ പണയം വെച്ച് നീ നേടി പുരസ്കാരം ഈ വീട്ടിൽ കയറ്റരുത്. ചോരയില്ലാത്തവനെ, നിനക്ക് കുഞ്ഞുങ്ങളുടെ ശാപമുണ്ടാവും. കൊണ്ട് കളയണ. ആഭ്യന്തര കലാപവും കൊന്നെടുക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. അത് നമുക്ക് കാണിച്ചു തരുന്നത് ഇനിയൊരിക്കലും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ പട്ടിണിയിലും പകർച്ചവ്യാധിയിലും പലായനങ്ങളിലും മരിക്കാതിരിക്കാനാ. പക്ഷെ ആ കൊച്ചിനെ രക്ഷിക്കാതിരുന്നത് തെറ്റ്. ഇപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് വീണ കുഞ്ഞിനെ അവിടേക്ക് പറഞ്ഞവനാ ആ കടുകനെയും. ആ കടുകനത് ചിറക് വിരിച്ചെങ്കിൽ 20 മിനിറ്റോളം കാത്തിരുന്നു. വയ്യ. ഞാനൊരു കഴിക്കണല്ലേ? നീ എനിക്ക് ജീവിക്കണ? എനിക്ക് മരിക്കണോ? എനിക്ക് മരിക്കണോ?